ഹലോ ഗായ്സ്, കുറഞ്ഞ ചിലവിൽ ഏത് സമയവും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1.5 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 2 ചെറിയ സവോള കട്ട് ചെയ്തത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളവും 1 ബോൾ ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഇനി ചൂടായ കല്ലിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 1.5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. മറിച്ചിടേണ്ടതില്ല. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ലേ, ആ മസാല ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി ആ കല്ലിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ 4 സൈഡും നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടണം. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ടേസ്റ്റി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.